ലോകത്ത് ഏറ്റവും കൂടുതൽ ദരിദ്രരുള്ള രാജ്യങ്ങളിലൊന്നായ ഇന്ത്യയിൽ അതിദാരിദ്ര്യമുക്തരായ ഒരു സംസ്ഥാനം വരുന്നു എന്ന് പറയുന്നത് വളരെ കൗതുകകരമായ കാര്യമാണ്. അത് വലിയ പ്രാധാന്യമുള്ള കാര്യമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് ലോകം ഇത് അറിയണമെന്ന് പറയുന്നത്. ഇതെങ്ങനെയാണ് സാധിച്ചിരിക്കുന്നത്? പൊടുന്നതിന് ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് ഇതാണോ നടപ്പിലാക്കിയത്? ഇവിടെയാണ് കൃത്യമായി മാധ്യമപ്രവർത്തകരടക്കം മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഇത് 2021 അന്ന് ഗോവിന്ദ മാഷ് തദ്ദേശ വകുപ്പിൽ ഉണ്ടായിരുന്ന സമയത്ത് എനിക്ക് നേരിട്ടറിയാം. ഞാൻ അന്ന് ആ സമയത്ത് അക്കാഡമിക്സുമായി ബന്ധപ്പെട്ടുള്ള ഗവേഷണ പരിപാടികളുമായി ബന്ധപ്പെട്ട് ഇതിനെക്കുറിച്ച് അറിഞ്ഞിട്ടുണ്ട്. കിലയുടെ ഒരു കൈപ്പുസ്തകമുണ്ട്. ഈ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനെ കുറിച്ച്, ആ പദ്ധതിയെക്കുറിച്ച് വളരെ വിശദമായി പ്രതിപാദിക്കുന്നതിൻ്റെ രീതിശാസ്ത്രം എങ്ങനെയാണ്, എന്തായിരിക്കണം അതിൻ്റെ ഒബ്ജക്റ്റീവ്, എന്തായിരിക്കണം അതിൻ്റെ മാനകങ്ങൾ, ഇതിനെക്കുറിച്ച് പറയുന്ന 72 പേജുള്ള ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട് ഇതിൽ എന്താണ് ഉപയോഗിക്കുന്ന മാനകങ്ങൾ. ഇതൊന്നും അറിയാതെയാണ് പ്രതിപക്ഷവും ചില വിദഗ്ധരും ഈ അഭിപ്രായം പറയുന്നത് എന്നുള്ളതാണ്. ഞാൻ വിദഗ്ധരെ വില കുറച്ച് കാണുന്നില്ല. പക്ഷേ കില വളരെ കൃത്യമായ ആ ഇൻഡിക്കേറ്റേഴ്സ് പറഞ്ഞിട്ടുണ്ട്, മാനദണ്ഡങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ ഒന്ന് രണ്ടെണ്ണം വളരെ വേഗത്തിൽ പറയും. ഇത് എങ്ങനെയാണ് സാധ്യമാവുന്നതെന്നാണ് ചോദിക്കുന്നത്, എങ്ങനെയാണ് കണ്ടെത്തുന്നത്, എന്തായിരുന്നു ഇൻഡിക്കേറ്റർ എന്നാണ് ചോദിക്കുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞാൻ നേരത്തെ പറഞ്ഞ MPയിലെ 4 പ്രധാനപ്പെട്ട മാനകങ്ങൾ എടുത്തു. അതിലൊന്ന് ആഹാരം, മറ്റൊന്ന് വാസസ്ഥലം, മറ്റൊന്ന് വരുമാനം, പിന്നൊന്ന് ആരോഗ്യം. ഈ 4 ഘടകങ്ങൾ എടുത്തിട്ട് ഈ 4 ഘടകങ്ങളുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ തരത്തിലുള്ള ക്ലേശതകൾ അനുഭവിക്കുന്നു എന്നുള്ളതിൻ്റെ കോഡുകൾ തയ്യാറാക്കി. ഒന്ന് റെഡ് കോഡും ഒന്ന് ഓറഞ്ച് കോഡും എന്ന തരത്തിൽ കണക്കാക്കി. എന്ന് പറഞ്ഞാൽ ക്ലേശ ഘടകങ്ങൾ. ഉദാഹരണത്തിന്, നിങ്ങൾക്ക് ആഹാരത്തിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് അതിതീവ്ര ക്ലേശമുണ്ടോ? എങ്ങനെയാണ് തീരുമാനിക്കുക? സ്വന്തമായോ മറ്റേതെങ്കിലും മാർഗങ്ങളിലൂടെയോ ഭക്ഷണം പാചകം ചെയ്ത് കഴിക്കാൻ സാധിക്കാത്ത ഒരവസ്ഥ. ചിലപ്പോൾ ഒരു വീട്ടിൽ നേരത്തെ പറഞ്ഞതുപോലെ മഞ്ഞക്കാർഡുള്ള ഒരാളുണ്ടാവും. മഞ്ഞക്കാർഡുള്ള ഒരാൾക്ക് പക്ഷേ ആ ഭക്ഷണം പാചകം ചെയ്ത് കഴിക്കാൻ വയ്യാത്ത തലത്തിൽ അയാൾക്ക് എന്തായിരിക്കും? അയാൾക്ക് അനാരോഗ്യമുണ്ടാവും. അയാൾക്ക് രോഗം ബാധിച്ച് കിടപ്പ് രോഗിയായിരിക്കും. അയാൾക്ക് ആര് ഭക്ഷണം പാചകം ചെയ്ത് കൊടുക്കുക? അയാൾക്ക് മഞ്ഞക്കാർഡുണ്ട്. പക്ഷേ അവിടെ അയാൾ എന്താ അനുഭവിക്കുന്നത്? അയാൾ തീവ്രക്ലേശത്തിലല്ല, അതിതീവ്ര ക്ലേശ ഘടകമാണത്. അങ്ങനെ വന്നാൽ അത് റെഡ് കോഡ് എന്നാണ് പറയുക. അങ്ങനെയാണെങ്കിൽ അയാൾ ഏത് പട്ടികയിൽ വരും? AY കാർഡ് ഉണ്ടായിട്ടും അയാൾ അതിതീവ്ര പട്ടികയിൽ വരും, അതിദരിദ്രരുടെ പട്ടികയിൽ അയാൾ വരും. ഇങ്ങനെ അത് കണക്ക് കൂട്ടുന്നത്. ഇനി അങ്ങനെയല്ല എങ്കിൽ കരുതുക, ഒരു റെഡ് കോഡും 2 ഓറഞ്ച് കോഡും ഉണ്ടാവുക. അഥവാ ഒരു അതിതീവ്ര ക്ലേശ ഘടകവും 2 തീവ്ര ക്ലേശ ഘടകങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ അതിദാരിദ്ര്യ പട്ടികയിൽ വരും. ഇപ്പോൾ ഞാൻ ആഹാരത്തിൻ്റെ കാര്യമാണ് പറഞ്ഞത്. ഇനി ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ ഗുരുതരമായ രോഗം ബാധിച്ച് എഴുന്നേൽക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിൽ പരാശ്രയത്തോടു കൂടി നിൽക്കുന്ന മനുഷ്യരുണ്ടാവും. അവർക്ക് പാലിയേറ്റീവ് കെയറിനോടൊപ്പം തന്നെ ഈ പറയുന്ന AYയുടെ ഭക്ഷ്യധാന്യങ്ങൾ കൊടുത്താൽ മാത്രം പോരാ, അത് പാചകം ചെയ്ത് കൊടുക്കണം. അതവർക്ക് ഭക്ഷണം കഴിക്കത്തക്ക രീതിയിൽ കൊടുക്കണം. അപ്പോൾ എന്ത് സംഭവിക്കും? അപ്പോൾ കമ്മ്യൂണിറ്റി കിച്ചണുകൾ വഴി പാചകം ചെയ്ത ഭക്ഷണം വീട്ടിലേക്ക് എത്തിച്ചു കൊടുക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാവും. ഇത് ആരോഗ്യത്തിൻ്റെ കാര്യത്തിലെ അതിതീവ്ര ക്ലേശ ഘടകമാണ്. ഇനി വരുമാനത്തിൻ്റെ കാര്യത്തിലോ, ഇപ്പോൾ 70 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർ മാത്രമുള്ള വരുമാനമില്ലാത്ത കുടുംബം, സ്വാഭാവികമായി അങ്ങനെ സംഭവിക്കാൻ സാധ്യതയില്ല. കാര്യം 62 ലക്ഷം ആളുകൾക്ക് നമ്മുടെ സർക്കാർ പെൻഷൻ കൊടുക്കുന്നുണ്ടെന്നേ. അതുകൊണ്ട് കൃത്യമായ പെൻഷൻ പട്ടികയുടെ പുറത്ത് നിൽക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതൊരു ഘടകമാണ്. അങ്ങനെ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവരും ഈ അതിതീവ്ര ക്ലേശ ഘടകത്തിന്റെ ഭാഗമായിട്ട് വരും. പോരാ, ആ പെൻഷൻ കൊടുത്താലും ഒരു പ്രശ്നമുണ്ട്. ആ പെൻഷൻ ഉപയോഗിച്ചുകൊണ്ട് ഭക്ഷണം പാചകം ചെയ്യാൻ കഴിയില്ല. 2 പേർക്കും 3000, ഇപ്പോഴത്തെ അവസ്ഥയിലാണെങ്കിൽ 4000 രൂപ വരുമാനമുണ്ട്. ഗുഡ്. പക്ഷേ അവർക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല. അവർക്ക് അവരുടെ പ്രായത്തിന് അവശത കാരണം, മക്കൾ നോക്കാത്തത് കാരണം, അഥവാ മക്കളില്ലാത്തത് കാരണം അവർക്ക് ഭക്ഷണം പാചകം ചെയ്ത് കഴിക്കാൻ പറ്റില്ല. അപ്പോൾ അവരെന്ത് ചെയ്യും? അവർ AY കാർഡുള്ളവരാണ്, അവർക്ക് പെൻഷൻ കിട്ടുന്നവരാണ്. പക്ഷേ അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാവും. അവർക്ക് പാലിയേറ്റീവ് കെയർ കൊടുക്കണം, അവർക്ക് പാചകം ഭക്ഷണം ചെയ്തത് തന്നെ കൊടുക്കണം, അവർക്ക് മറ്റ് ആവശ്യങ്ങളുണ്ടാവും. ചിലപ്പോൾ അവരുടെ വീട്ടിലേക്ക് ശുദ്ധജല വിതരണം ചിലപ്പോൾ കൊടുത്തു എന്നില്ല, അതവിടെ എത്തിക്കേണ്ടി വരും. ഇങ്ങനെ കണ്ടെത്തുന്ന മനുഷ്യരുണ്ട്. ഒന്നുകിൽ എല്ലാ സ്കീമുകളിൽ നിന്നും പുറത്തു നിൽക്കുന്ന മനുഷ്യർ, ഞാൻ അവരെ വിശേഷിപ്പിക്കുന്നത് എല്ലാ പദ്ധതികളിൽ നിന്നും ഊർന്നുപോയ മനുഷ്യർ, എല്ലാ സർക്കാരിൻ്റെ പ്രോജക്റ്റുകളിൽ നിന്നും അതിൻ്റെ ഗുണഫലം ലഭിക്കാതെ പോയ മനുഷ്യർ. അങ്ങനെ പോയ മനുഷ്യർ ഈ നാട്ടിലുണ്ടോ എന്നുള്ളതായിരുന്നു ഈ അന്വേഷണത്തിൻ്റെ ലക്ഷ്യം. അങ്ങനെയാണ് ഇവരിലേക്ക് എത്തുന്നത്.